ഉം. ഉം. എടീ, ഇങ്ങോട്ടൊന്ന് വാ. എന്താ കാര്യം ചെറിയമ്മ? നാളെ നീ കോളേജിലേക്ക് പോണ്ട. അതെന്താ പോണ്ടാന്ന്? നാളെ എനിക്ക് എക്സാം ഉണ്ട് ചെറിയമ്മ. ഇത് നോക്ക്, എനിക്കതൊന്നും അറിയില്ല. നാളെ നീ കോളേജിലേക്ക് പോണ്ട. അതിരിക്കട്ടെ, എന്തിനാ ഞാൻ നാളെ ലീവ് എടുക്കുന്നത്? നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കന്റെ വീട്ടിൽ നിന്ന് നാളെ ആൾക്കാർ വരുന്നുണ്ട്. എന്താ ചെറിയമ്മ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കല്ലേ, എനിക്ക് എന്തിനാ ഇപ്പൊ കല്യാണമൊക്കെ? ഏയ്, ഇതുപോലത്തെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും നീ എന്നോട് ചോദിക്കരുത്. നിനക്ക് കല്യാണപ്രായമായി. ഞാൻ പറയുന്നത് കേട്ടേക്കണം, അത്ര തന്നെ. അയ്യോ ചെറിയമ്മ, ഞാൻ UG ഫൈനൽ ഇയർ ആണ്. എന്റെ പഠിത്തം ഒന്ന് തീർന്നു കഴിഞ്ഞാ ഉറപ്പായി നല്ലൊരു ജോലി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാം. ഏയ്, എല്ലാം എനിക്കറിയാം. നാളെ നിന്നെ കാണാൻ ചെറുക്കൻ വീട്ടുകാർ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് മാത്രം ചെയ്യ്. അതല്ല, ഞാൻ കോളേജിലേക്ക് പോവെന്നും പറഞ്ഞ് വാശി പിടിച്ചാലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അല്ല, ഈ കാര്യത്തെ പറ്റി അച്ഛനോട് പറഞ്ഞോ ചെറിയമ്മ? ഏയ്, അയാളെ പറ്റിയൊന്നും നീ ഓർക്കണ്ട. 2 വർഷത്തിലൊരിക്കലല്ലേ അങ്ങേരിങ്ങോട്ട് വരുന്നത്. അങ്ങേരോട് എങ്ങനെ പറയണം, എപ്പ പറയണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീ ചെല്ല്. പ്ലീസ് ചെറിയമ്മ, എനിക്കിപ്പോ കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം. എടി, പോകാനല്ലേ പറഞ്ഞ്. ഇത് നോക്ക്, ഞാൻ പറയുന്നത് കേട്ടാലേ നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഹലോ ഡാഡി, നാളെ എന്നെ ചിലര് പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് ചെറിയമ്മ പറയുന്നു. എനിക്ക് പഠിക്കണം ഡാഡി. എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല ഡാഡി. എന്തിനാ കരയുന്ന മോളെ? എന്റെ ചെറിയമ്മ രാവിലെ തന്നെ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. നല്ല വരണാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാ വരാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടല്ല ഡാഡി, നാളെ എനിക്ക് എക്സാം ഉണ്ട്. നോക്ക് മോളെ, എക്സാം ഒക്കെ അവിടെ ഇരുന്നോട്ടെ, അത് എപ്പോ വേണമെങ്കിലും എഴുതാലോ. ഇതുപോലൊരു ബന്ധം മിസ്സായ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല മോളെ നമുക്ക്. നോക്ക്, എന്റെ ചെറിയമ്മ വളരെ ബുദ്ധിമുട്ടിയിട്ടാ ഈ വരനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അവള് പറയുന്നത് അനുസരിക്കാൻ നോക്ക്. ശരി മോളെ, എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. ഞാൻ നാളെ തന്നെ വിളിക്കാം, ഓക്കേ? അയ്യോ, എന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നോ? അച്ഛനും അമ്മ എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ചെറിയമ്മയുടെ ക്രൂരതയെല്ലാം ഞാൻ സഹിക്കേണ്ടി വരിക. അവര് കാരണം എന്റെ ഭാവി നശിക്കുമെന്നാ തോന്നുന്നത്. എന്താ 10 മിനിറ്റ് കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ? നോക്കി വാ. വാടാ, ഒന്ന് കേറി വാടാ. ഇങ്ങോട്ട് കേറി വാ, നടക്ക്. ശരി, ഫോൺ ചെയ്ത് നോക്കാം. മാഡം, അടങ്ങിരി. ചുമ്മാ കാണിച്ചു. ആ, വരൂ വരൂ. അകത്തേക്ക് വരൂ, നിങ്ങളെ കാത്തിരിക്കായിരുന്നു. വരൂ, വന്നിരിക്കൂ. അപ്പോ നിങ്ങളുടെ മകളോട് സംസാരിച്ചോ? നിങ്ങളുടെ മകള് ഈ കല്യാണത്തിന് ഓക്കെ ആണോ? ആ, അതെന്നെ, അവളീ കല്യാണത്തിന് ഓക്കെയാ. വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ശരി, അപ്പോ നിങ്ങളുടെ മകളെ ഒന്ന് വിളിക്കാവോ? ആ, ഇരിക്കൂ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്താ മഹാറാണി, റെഡിയായില്ലേ? എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല ചെറിയമ്മ. ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. മര്യാദയ്ക്ക് അവരെ വന്നൊന്ന് കണ്ടുപോ. എടി, ഇത് വാങ്ങ്, കൊണ്ടുചെന്ന് അവർക്ക് കൊടുക്ക്. ചെല്ല്.
എടുക്കടാ. ഇവിടെ ഇരിക്കും മോളെ. നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ ശരി. നോക്കുമോളെ, നീ അകത്തേക്ക് പോയിക്കോ. എന്റെ അനിയന്റെയും നിങ്ങളുടെ മകളെയും ജോഡിപ്പൊരുത്തം വളരെ നന്നായിട്ടുണ്ട്. ശരി, കല്യാണം നമുക്ക് എപ്പോൾ നടത്താം? കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം. ഞാനേതായാലും ഒരു പ്രാവശ്യം ഞങ്ങളുടെ കുടുംബജോത്സ്യന്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ച് നല്ലൊരു ദിവസം കണ്ടെത്താം. താഴേക്ക്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ അനിയനെ പറ്റി പറഞ്ഞപ്പോ സഹതാപം തോന്നിയാണ് ഓക്കെ പറഞ്ഞത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ മോളുടെ പേരില് സ്വത്ത് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. ഉറപ്പായിട്ടും ഞങ്ങൾ എഴുതി തരാം. കല്യാണം പിറ്റേന്ന് തന്നെ നിങ്ങളുടെ മകളുടെ പേരിൽ പാതി സ്വത്ത് എഴുതി വെക്കും. ഓക്കെ അല്ലേ? ആ, അത് മതി. എന്റെ അനിയനെ നിങ്ങളുടെ മകള് ജീവിതാവസാനം വരെ സന്തോഷമായിട്ട് നോക്കുകയാണെങ്കിൽ അത് മാത്രം മതി എനിക്ക്. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, ആയിക്കോട്ടെ. ഇനിതാ. ശരി, എന്നാ അപ്പൊ ഇറങ്ങട്ടെ. ജോത്സ്യരെ കണ്ട് സംസാരിച്ചിട്ട് പറയണേ. തീർച്ചയായും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചറിയിച്ചേക്കാം. ശരി. ആ, ശരി എന്നാ. മര്യാദ. എന്താ മഹാറാണി, എന്തിനാ കരയുന്ന? കല്യാണക്കാര്യം പറയുമ്പോ സാധാരണ പെണ്ണുങ്ങൾ സന്തോഷിക്കാറല്ലേ ഉള്ളു. നീ എന്തിനാ കരയുന്ന? ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക ചെറിയമ്മ. എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്ക് ഇനി പഠിക്കണമെന്നുണ്ട്. നീ ഇത്രയും നാളും പഠിച്ചതൊക്കെ തന്നെ മതി. നാളെ മുതൽ നീ കോളേജിലേക്ക് പോണ്ട. എത്രയും പെട്ടെന്ന് ഒരു നല്ല ദിവസം നോക്കി നിന്റെ കല്യാണം നടത്തും. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് അവനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക്. പ്ലീസ് ചെറിയമ്മ, ഞാൻ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. എടി, ഇതാണ് എന്റെ തീരുമാനം. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് നീ അവനെ കല്യാണം കഴിച്ചോ, മനസ്സിലായോ? എന്തു പറ്റി ചെറിയമ്മ? ഈ കല്യാണത്തിന് സമ്മതമാണോ അല്ലയോ പറയേ. എന്നോട് ക്ഷമിക്കണം ചെറിയമ്മ, എനിക്കിപ്പോ ഈ കല്യാണം വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നിനക്ക് ഇവിടെ ഭക്ഷണമില്ല. കല്യാണത്തിന് സമ്മതിക്കുന്നതുവരെ നീ ഇവിടെ പട്ടിണിയായിരിക്കും. ഈ കല്യാണത്തിന് നീ സമ്മതിച്ചാലേ ഇനി നിനക്ക് ഇവിടുന്ന് ചോറുള്ളൂ. അതുവരെ പച്ച വെള്ളം പോലും ഇവിടുന്ന് കിട്ടില്ല. ഞാൻ വിചാരിച്ച പോലെ ഈ കല്യാണം നടന്നിരിക്കണം. നിന്റെ മുന്നിൽ വേറെ വഴിയില്ല, മനസ്സിലായോ?